ന്യൂസ് പരേഡ് ഇങ്ങനെ തുടങ്ങി 1-2 വർഷം കഴിഞ്ഞപ്പോൾ അൻസാർ പറഞ്ഞ്, എടാ നമുക്ക് ഈ പരേഡ് മാത്രമായിട്ട് പോയാൽ മതിയോ? സിദ്ദീഖിനാണെങ്കിൽ അവിടെ ഒരു സ്കൂളിൽ ക്ലർക്കിൻ്റെ ജോലിയുണ്ട്. ലാലാണെങ്കിൽ അത്യാവശ്യം ഈ വരകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ചില പ്ലാനും സംഭവങ്ങളായിട്ട് അങ്ങനെയൊക്കെ ഒരു എൻഗേജ്മെൻ്റ് ഉണ്ട്. പ്രസാദിന് വേറൊരു ഡോർ ക്ലോസർ കമ്പനിയിൽ ജോലിയുണ്ട്. സൈനുദ്ദീനാണെങ്കിൽ വേണ്ട ട്രാൻസ്പോർട്ടിങ് കമ്പനിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പല പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ അൻസാർ പറഞ്ഞു നമുക്കൊരു ബിസിനസ് ആലോചിച്ചാലോ? ഞാൻ പറഞ്ഞു നമുക്ക് ആലോചിക്കാം, എന്ത് ബിസിനസ് തുടങ്ങും? അങ്ങനെ പല ദിവസങ്ങളിലൊക്കെ ആലോചിച്ച് പല വിധത്തിലൊക്കെ പലതുമൊക്കെ പറഞ്ഞു, പല ബിസിനസ്സൊക്കെ പറഞ്ഞു. അതൊന്നും ഒരു ഇതായില്ല. അവസാനം ഒരു വലിയ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത ഒരു പരിപാടി, സോഡ കമ്പനി. അപ്പോൾ ഞങ്ങളിതിനെ ആലോചിച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കൂട്ടുകാരൊക്കെ ആലോചിച്ചാൽ അത് നല്ലൊരു പരിപാടിയാണ്. കാരണം എറണാകുളത്ത് തന്നെ ഒരു സിറ്റി തന്നെ അന്ന് ഒരു 10-25 ബാറുണ്ട്. ഈ ബാറുകളിൽ തന്നെ കൊടുത്തു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല വിജയമാകും ബിസിനസ്. അങ്ങനെ ഞങ്ങളത് പ്ലാൻ ചെയ്ത് സോഡ കമ്പനി എടുക്കാൻ തീരുമാനിച്ചു. ഒരു സ്ഥലം വേണം. സ്ഥലം കുറേയൊക്കെ അന്വേഷിച്ചിട്ട് SRN റോഡിൽ ഒരു സ്ഥലം കണ്ടെത്തി. അപ്പോൾ അവിടെ ഒരു ചെറിയ സോഡ കമ്പനി മുമ്പ് നടന്നിരുന്നു, കബീർ എന്ന് പറഞ്ഞ ഒരു പയ്യൻ്റെ. അപ്പോൾ ആ കബീറിനെ പോയി ഞങ്ങൾ കണ്ട് സംസാരിച്ച് കഴിഞ്ഞാൽ കബീർ പറഞ്ഞു, ഞാനിപ്പോൾ നടത്തണമല്ലോ, ഞാനിപ്പോൾ കുറേ എക്യുപ്മെൻറ്റ്സൊക്കെ അതിൻ്റെ ഉണ്ട്. അപ്പോൾ അവർ ചോദിച്ചു കൂടെ നിൽക്കാൻ പറ്റുമോ? ഇതൊക്കെ പുള്ളിക്ക് അതിൻ്റെ സോഡ അടിക്കുന്ന മാർഗ്ഗങ്ങളും കാര്യങ്ങളൊക്കെ അറിയാം, എക്യുപ്മെൻ്റ് എന്തൊക്കെ ചെയ്യണമെന്നൊക്കെ എല്ലാ കാര്യങ്ങളും അറിയാം പുള്ളിക്ക്. അങ്ങനെ കബീർ നിൽക്കാമെന്ന് പറഞ്ഞു, കൂടെ നിൽക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെന്ന് നമുക്ക് സ്ഥലം, അപ്പോൾ കബീർ പറഞ്ഞു നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് എൻ്റെ വീടിനോടുള്ള ഒരു ചാർത്തുണ്ട്, ആ ചാർത്തിനോട് കാണിച്ചു തന്നു. അപ്പോൾ അവിടെ നമ്മൾ കുറച്ച് പൈസ മുടക്കി കഴിഞ്ഞാൽ അതൊരു വർക്കിംഗ് ഏരിയയും പിന്നെ ഒരു ചെറിയ ഓഫീസ് പോലെയൊക്കെ ആക്കാം. അങ്ങനെ ഞങ്ങൾ കൊള്ളാപ്പെട്ട ടൗണിൻ്റെ നടുക്കുവാണല്ലോ SRN റോഡ്. അങ്ങനെ അത് തീരുമാനിച്ച് അവിടെ പരിപാടിയൊക്കെ അതിനുള്ള വർക്കൊക്കെ തുടങ്ങി എല്ലാം ഫിക്സ് ചെയ്തു. ഓഫീസും പോലെ ഒന്നും വർക്കിംഗ് ഏരിയ ഒക്കെ ശരിയായി. നമ്മൾ തീരുമാനിച്ചു, ഡേറ്റൊക്കെ തീരുമാനിച്ചു. അപ്പോൾ ഇത് ഒരു ഉദ്ഘാടനമൊക്കെ വേണ്ട, ആരെക്കൊണ്ട് ഉദ്ഘാടനം ചെയ്യിക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പലരെയൊക്കെ ആലോചിച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ അൻസാർ ഞങ്ങൾക്ക് മമ്മൂട്ടിയെ നോക്കാം. മമ്മൂട്ടി ആകുമ്പോൾ വിചാരിച്ചോട്ടെ, കാരണം മമ്മൂട്ടിയുടെ ഏറ്റവും ക്ലോസ് ഫ്രണ്ടാണ് ഷറഫിൻ്റെ അനിയനാണ് അൻസാർ. അങ്ങനെ ഷറഫ് ഖാനെ അൻസാർ ബന്ധപ്പെട്ടപ്പോൾ പറഞ്ഞ് മമ്മൂട്ടിയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിച്ചു പോയി കഴിഞ്ഞപ്പോൾ എന്തോ ഭാഗ്യത്തിന് ഈ SRN റോഡിൽ തന്നെ ഒരു വീട്ടിൽ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കണം ആ സമയത്ത്. വീടെന്നാണ് ആ സിനിമയുടെ പേര്, വീട്. അങ്ങനെ അവിടെ പോയിട്ട് ഞാനും അൻസാറും കൂടിയും പോയിട്ട് മമ്മൂക്കാനെ പോയി കണ്ട്. ഇന്നും ഓർക്കുന്നുണ്ട്, ബാലകനാരൊക്കെ ഉണ്ടായിരുന്നു അന്ന് അവിടെ. അങ്ങനെ മമ്മൂക്ക ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നടന്നു വരാനുള്ള ദൂരമുള്ളൂ ശരിക്കും ഈ ഞങ്ങളുടെ സ്ഥലത്തോട്ട്. നമുക്ക് പറഞ്ഞ് വരാമെന്ന് പറഞ്ഞു. അങ്ങനെ മമ്മൂക്ക പറഞ്ഞ പ്രകാരം ഒരു ഡേറ്റൊക്കെ ഫിക്സ് ചെയ്ത് മമ്മൂക്ക വന്നു. അല്ല റാഹത്തായി എന്ന് പറയാം കൊച്ചിയുടെ ഭാഷയിൽ, റാഹത്തായി കാര്യങ്ങളൊക്കെ കടന്ന് ഉദ്ഘാടനമൊക്കെ കഴിഞ്ഞ് വലിയ സന്തോഷമായി. വേണ്ടപ്പെട്ട കൂട്ടുകാരൊക്കെ വന്നു. അങ്ങനെ സോഡ പരിപാടി തുടങ്ങി. കബീർ അതിൻ്റെ അകത്ത് സോഡകളിങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് പോയി ഓർഡറൊക്കെ പിടിച്ചു, കുറേ ഹോട്ടലിലൊക്കെ അതൊക്കെ കൊടുക്കണം. അങ്ങനെ വലിയ സന്തോഷമായി. അങ്ങനെ ഞാനും അൻസാറും കൂടിയും ഓഫീസിൽ വന്നിരിക്കുക. എന്നാലും നമുക്കൊരു സ്വന്തമായിട്ടൊരു സ്ഥാപനമായില്ലടാ അല്ലേ. ഇനിയിപ്പോൾ നമുക്ക് ആലോചിക്കാം, ഇനിയിപ്പോൾ പരേഡിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകാം, നമുക്ക് പതുക്കെ വളർത്തിയെടുക്കാം. ഭയങ്കര സാധ്യതയുള്ളൊരു പരിപാടിയാണ് ഈ സോഡ കമ്പനി എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഭയങ്കര ഇതിലിരിക്കണ സമയത്ത് പെട്ടെന്ന് ഒരാൾ കയറി വന്നൊരു, അപ്പോൾ ഒരു വൈകുന്നേരം ഒരു വെള്ള ഷർട്ടും വെള്ള മുണ്ടൊക്കെ കൊടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഒരു 10-65 വയസ്സുണ്ട് പുള്ളി. വന്നിട്ട് അപ്പോൾ ഷർട്ട് തേച്ചിട്ടൊന്നുമില്ല, ചുളുങ്ങിയൊക്കെ ഇരിക്കണം, പക്ഷേ നല്ല അലക്കി അഴുക്കൊന്നുമില്ലാത്ത ഷർട്ടാണ്. അങ്ങനെ പുള്ളി വന്ന് കയറിയപ്പോൾ തന്നെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വലൈക്കും അസ്സലാം. എന്താ മോൻ്റെ പേര്? ഞാൻ പറഞ്ഞു എൻ്റെ പേര് റഹ്മാൻ. എവിടെ മോൻ്റെ വീട്? ഞാൻ പറഞ്ഞ് ആലുവയില. ആലുവയിലെ ഏത് കുടുംബം? അപ്പോൾ കുടുംബത്തിൻ്റെ പേര് പറഞ്ഞു. എനിക്കറിയാം. അങ്ങനെ അൻസാറിൻ്റെ മുഖത്തോട്ട് നോക്കിയിട്ട് എന്താ മോൻ്റെ പേര്? അൻസാർ. നല്ല പേര്. മോൻ്റെ വീട് എവിടെ? എൻ്റെ വീട് കൊച്ചിയിലെവിടെ? കപ്പലിൻ്റെ നോക്ക്. എനിക്കറിയാം കപ്പലിൻ്റെ നോക്ക്. പിന്നെ എനിക്കവിടെ കുറേ സുഹൃത്തുക്കളും കൂട്ടുകാരൊക്കെ ഉള്ളതാണ്.
വാപ്പാടെ പേരെന്താ മോൻ്റെ? അപ്പോൾ വാപ്പാടെ പേര് പറഞ്ഞു അൻസാർ. വീട്ടും പേര് അൻസാർ ഇങ്ങോട്ട് പറയില്ല. ഇയാൾ ചാടി ഇങ്ങോട്ട് എണീറ്റിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എന്തോ സാധനം എടുത്തിട്ട് തെറിയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൽ കേൾക്കാത്ത തെറി. ഒച്ചപ്പാടായ ബഹളമായി അൻസാറിൻ്റെ ഷർട്ട് കയറി കുത്തിപ്പിടിച്ച് ഞാൻ പിടിച്ച് വേഗം ചാടി ഞങ്ങളുടെ ഓഫീസിൽ നിന്ന് തന്നെ പുറത്തിറങ്ങി നിൽക്കുമ്പോഴേക്കും കബീർ വന്നിട്ട് ഓടി വന്നു. കബീർ എന്താ വാപ്പ ഇത്? വാപ്പാടുത്ത് ഞാൻ പറഞ്ഞല്ലേ അതാ ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ച് കൊണ്ടുപോയി കഴിഞ്ഞ് പിന്നെ കബീർ ഇങ്ങനെ എന്താ അവിടെ കൊണ്ട് അടച്ചിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞ് ഒക്കെ സോറി ഇട്ടേക്ക, ഇങ്ങനെ വാപ്പാക്ക് ഇങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു മാനസിക പ്രശ്നമുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് അത്, ഇനി വാപ്പ വരില്ല എല്ലാം. അപ്പം അൻസാർ എടത് ശരിയാവില്ല കേട്ടോ, നമുക്ക് ഈ പരിപാടി നിർത്താമെന്ന്. അപ്പം ഞാൻ പറഞ്ഞു നീ എന്ത് പറയണേ, നമ്മളിപ്പോൾ ഇന്ന് തുടങ്ങിയല്ലേ ഉള്ളൂ. അപ്പോൾ സോഡാക്കമ്മയുടെ ആദ്യത്തെ ദിവസം തന്നെ ബിസിനസ് എങ്ങനെ പോകുമെന്നുള്ള കാര്യം ഒരു തീരുമാനമെടുത്ത്. പിന്നീടുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നില്ല, ബിസിനസ് അധികം പോയില്ല. ഞങ്ങൾ ഈ മ്യൂസ് പരേഡിലൂടെ ഒരുപാട് പേരെ ചിരിപ്പിക്കുകയും സന്തോഷം കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ചിലപ്പോഴൊക്കെ വേദനിപ്പിക്കുന്ന പല സന്ദർഭങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഒരിക്കൽ മരണം മുന്നിൽ കണ്ട ഒരു നിമിഷമുണ്ട്. ഞങ്ങളിതുപോലെ തൊടുപുഴയ്ക്കും മൂവാറ്റുപുഴയ്ക്കടുക്ക് വാഴക്കുളം എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. അവിടെ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ നടുക്കര സ്ഥലം, അവിടെ നിന്ന് എനിക്കൊരു 6-7 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നടുക്കരയായി. അവിടെ ഒരു പ്രോഗ്രാമിന് പോയി, ആഭിലച്ചം പിടിച്ച പ്രോഗ്രാമാണ്. അവിടെ ഒരു ചർച്ചിൻ്റെ ഉദ്ഘാടന ദിവസം. അങ്ങനെ അവിടെ പ്രോഗ്രാമിന് ചെന്നു. അങ്ങനെ പ്രോഗ്രാമിൻ്റെ അറേഞ്ച്മെൻറ്റ്സൊക്കെ ചെയ്ത് കർട്ടൻ കെട്ടൽ മറ്റുള്ള കാര്യങ്ങൾ, നല്ല സ്വീകരണം ഞങ്ങൾക്കെല്ലാം, ഒരുപാട് കോഫി സ്നാക്സ്, പിന്നെ നല്ല പെരുമാറ്റം അച്ഛൻ്റെയൊക്കെ. അപ്പോൾ പള്ളിയുടെ പരിപാടികൾ ഉദ്ഘാടനമൊക്കെ പകൽ കഴിഞ്ഞിട്ട് രാത്രിയാണ് ഞങ്ങളുടെ പ്രോഗ്രാം. അങ്ങനെ പ്രോഗ്രാം തുടങ്ങുകയാണ്. തുടങ്ങി കഴിഞ്ഞപ്പോൾ തന്നെ ഒരാൾ കിടന്ന് ഭയങ്കരമായിട്ട് ബഹളമൊക്കെ ഉണ്ട് മുമ്പിൽ. അപ്പോൾ സ്ഥിരം എവിടെയെങ്കിലും ഈ അമ്പലപ്പറമ്പിലും അല്ലെങ്കിൽ പള്ളിപ്പറമ്പിലൊക്കെ ചെന്ന് കഴിഞ്ഞാൽ സ്ഥിരം പരിപാടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കാര്യമൊക്കെ ഇല്ല. പിന്നെ അങ്ങനെ പ്രോഗ്രാം തുടങ്ങി, പ്രോഗ്രാം നല്ല റെസ്പോൺസ് ഉണ്ട്. പ്രോഗ്രാം ഒന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഇടയിൽ ഇയാൾ വീണ്ടും വരും. ഒരു റെഡ് ടീഷർട്ട് ഇട്ട ഒരാളാണ്. ഇയാൾ ഒരു വലിയ മീശയൊക്കെ വെച്ച് കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒറ്റ നോട്ടത്തിലറിയാം നല്ലൊരു കള്ളുടീനാന്ന്. ശരിക്കും അടിച്ചിട്ടുണ്ട് പുള്ളി. അങ്ങനെ വന്നിട്ട് പ്രോഗ്രാമിനെ ഇതിനൊക്കെ ചീത്ത വിളിക്കുമ്പോൾ ആൾക്കാർ പിടിച്ചുകൊണ്ട് പോകും. അങ്ങനെ ഭയങ്കര ബഹളമൊക്കെ വെച്ച് ഇയാൾ പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഇയാളെ കണ്ടില്ല. അങ്ങനെ പ്രോഗ്രാം നല്ല അഭിപ്രായം വന്നു. അവിടുന്ന് തന്നെ വേറെ ബുക്കിംഗ് കിട്ടുന്നു. അങ്ങനെ പൈസയൊക്കെ അച്ഛനെ ഞാൻ വാങ്ങിച്ചു. എല്ലാവരുടെയും പൈസ അവിടെ വെച്ച് തന്നെ കൊടുത്തു. ആർട്ടിസ്റ്റുകളുടെയും ടെക്നീഷ്യന്മാരുടെയൊക്കെ കാശ് ടെമ്പോയിൽ കയറിയിട്ട് ആദ്യം തന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ എല്ലാവർക്കും പൈസ ഒക്കെ കൊടുത്ത്, പിന്നെ എൻ്റെ ക്യാഷ് എൻ്റെ അടുത്തുണ്ട്, പിന്നെ കലാഭവന് ബാക്കി എത്തേണ്ട പൈസയും ഞാൻ പോക്കറ്റിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഭയങ്കര സന്തോഷത്തിലെല്ലാവരും പോരുകയാണ് അവിടുന്ന്. രാത്രി ഒരു 2 മണിയൊക്കെ ആയി കാണും. വന്നിങ്ങനെ പെട്ടെന്ന് ഡ്രൈവർ പെട്ടെന്ന് ചവിട്ടി നിർത്തി. ഇത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പിന്നെ ഹൗസിൽ നോക്കി കഴിഞ്ഞപ്പോൾ വണ്ടിയാണ് മൂവ് ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ മഡ് റോഡാണ്. എന്തോ കമുകും തെങ്ങിൻ്റെ തടിയൊക്കെ ഇട്ടിട്ട് റോഡ് ബ്ലോക്ക് ചെയ്തേക്കണം. അപ്പോൾ ഞങ്ങളൊക്കെ പരസ്പരം നോക്കി. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി എന്തോ പ്രശ്നമുണ്ടല്ലോ. അങ്ങനെ ഇങ്ങനെ നിൽക്കുകയല്ല, ഞാൻ എന്താണെന്ന് ചോദിച്ചിട്ട് ഞാൻ ഈ ഡ്രൈവറുടെ സീറ്റിൻ്റെ ഇപ്പുറത്ത് പുറയിലിരിക്കണം. ഞാൻ ചാടി ഒന്ന് പുറത്തോട്ട് ഇറങ്ങി നോക്കാൻ, ഇറങ്ങാൻ ഡോറ് തുറക്കലും പെട്ടെന്ന് ഒരു കറുത്ത ഒരാൾ വന്നിട്ട് ഇങ്ങനെ തോക്കിങ്ങനെ പിടിച്ചിട്ട് തോക്കിങ്ങനെ വെച്ചിട്ട് പറഞ്ഞ് പൈസ ഇടാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും പറഞ്ഞു എൻ്റെ അടുത്ത് കയറി എന്ന് പറഞ്ഞു, അകത്തോട്ട് കയറുമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അകത്തോട്ട് കയറി. അതുവഴി ഞങ്ങളുടെ സൗണ്ട് ഓപ്പറേറ്റർ ചെയ്യണ വറീസേട്ടനുണ്ട്. വറീസേട്ടൻ്റെ അവിടെ കൊണ്ട് തോക്ക് വെച്ച്, നീണ്ട തോക്കാ, പിസ്റ്റളൊന്നുമല്ല. പൈസ ഇട്ടില്ലേ എല്ലാത്തിനും കൊല്ലുമെന്ന് പറഞ്ഞു. പിന്നെ ഒരു മനുഷ്യൻ്റെ ശ്വാസത്തിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. കാരണം ജീവൻ ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ വേറെ ഞങ്ങൾ അന്വേഷിക്കുമ്പോൾ ഇയാൾ മാത്രമല്ല, വേറെ കാൽപെരുമാറ്റം കേൾക്കുന്നുണ്ട്, ശബ്ദം അനങ്ങിയ കേൾക്കാം, ശ്വാസം വിട്ടാൽ കേൾക്കാം. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് ഒരാളല്ല, വേറെ എൻ്റെ പുറയിൽ ആൾക്കാരുണ്ട്. വറീസേട്ടൻ്റെ കഴുത്തിൽ തോക്ക് വെച്ചൊക്കെ. അപ്പോൾ എല്ലാവരും പറയും പൈസ കൊടുക്കടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ വേഗം പൈസ എടുത്ത് പൈസ കൊടുത്തു. പെട്ടെന്ന് 2-3 പേര് കൂടി വന്നിട്ട് ഈ മുമ്പിൽ കിടക്കുന്ന ഈ തടസ്സമൊക്കെ മാറ്റിത്തരാം.
തടികളും കമുകൊക്കെ എടുത്ത് മാറ്റുന്നു. അപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചപ്പോഴാണ് അതിൽ ഒരാൾ ആ സ്റ്റേജിൽ കിടന്ന് ബഹളം ഉണ്ടാക്കിയ ആ ചുവന്ന ടീഷർട്ടും മീശോക്കൊമ്പനാണ്. അപ്പോൾ ഞങ്ങൾക്ക് വ്യക്തം ഇതെന്തോ പ്ലാന്റാണ്, നേരത്തെ പ്ലാന്റാണ് അവർ. അങ്ങനെ വേഗം വണ്ടി വിടാൻ പറഞ്ഞു. വണ്ടി വിട്ട് ഞങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോൾ പെട്ടെന്ന് ആരോ ടെമ്പോയിലിരുന്ന് പറഞ്ഞു നമ്മൾ പോലീസ് സ്റ്റേഷൻ ഞാൻ കണ്ടിട്ടുണ്ട് വന്നെ കഴിക്കുന്നുണ്ട്. അങ്ങനെ സ്റ്റേഷന് മുമ്പിൽ വാഴക്കുളം ജംഗ്ഷനിൽ കൊണ്ടുവന്ന് വണ്ടി നിർത്തുന്നു. വണ്ടി നിർത്തി ചാടി ഞങ്ങൾ ഇറങ്ങുന്നു. ഞാനും രവിയും ജയറാമും കൂടി ഇറങ്ങി പെട്ടെന്ന് ചെല്ലുമ്പോൾ എസ് ഐയും കോൺസ്റ്റബിൾസൊക്കെ ഉണ്ട്. കാര്യം പറയുന്നു. അപ്പോൾ സ്റ്റാൻലി എന്നും പറഞ്ഞ ഒരു എസ് ഐയാണ്, ഇന്നും ഓർക്കുന്നുണ്ട്, ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹം എന്താ പ്രശ്നം എന്ന് ചോദിച്ചാൽ അപ്പോൾ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നമാണ്, ഒരാളിങ്ങനെ കിടന്ന് വെള്ളം ഉണ്ടാക്കിയിരുന്ന ആളാണ്, ഇതൊക്കെയാണ് സംഭവിച്ചത്. ശരി, എസ് ഐ പറഞ്ഞു പെട്ടെന്ന് ഒരു പണി, എല്ലാവരും വരണ്ട, നിങ്ങൾ വണ്ടി കയറ്, രണ്ടുപേരും വണ്ടി കയറാൻ പറഞ്ഞു. അങ്ങനെ ഞാനും രവിയും ജീപ്പിൽ കയറുന്നു. സ്റ്റാൻലി സാറിൻ്റെ കൂടെ വണ്ടിയിൽ തിരിച്ച് അങ്ങോട്ട് തന്നെ പോകുന്ന വഴി നമ്മുടെ പ്രശ്നമുണ്ടായ സ്ഥലത്തൊന്നും ആരുമില്ല, കൂരാകൂരിട്ട് ഇവരവിടെ നിർത്തി ടോർച്ചൊക്കെ അടിച്ച് നോക്കുന്നുണ്ട് പോലീസുകാരവരൊക്കെ, ആരും കാണുന്നില്ല. അങ്ങനെ നേരെ ചെന്നു പള്ളിമുറ്റത്ത് നിന്ന്. അവിടെ എല്ലാവരും ഏകദേശം പിരിഞ്ഞു, കാര്യമായിട്ട് ആരുമില്ല അവിടെ. പിന്നെ അവിടെയൊക്കെ അച്ഛനെ വിളിച്ചിട്ട് അച്ഛനെ കിട്ടിയില്ല, റൂമിലുണ്ടായിരുന്നില്ല അച്ഛൻ. അങ്ങനെ പിന്നെ സ്റ്റാൻലി പറഞ്ഞൊരു പണി, നിങ്ങൾ വണ്ടി പോട്ടെ, മറ്റേ ആളെക്കുറിച്ച് ഏകദേശം രൂപമൊക്കെ ഉണ്ടല്ലോ, അത് ഞാനിപ്പോൾ നിങ്ങൾ പോകണ്ട ഇവിടേക്കെന്നും പറഞ്ഞ് ഞാനും രവി റൂമെടുത്ത് അവിടെ കിടക്കുകയാണ്. അന്ന് വാഴക്കുളത്ത് റൂമൊക്കെ എസ് ഐ തന്നെ അറേഞ്ച് ചെയ്ത്. ബാക്കി എല്ലാവരും തിരിച്ച് എറണാകുളത്തോട്ട് പോയി. അങ്ങനെ പിറ്റേ ദിവസം വീണ്ടും അവിടെ ഇരുന്ന് പുള്ളി അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ച് ഒരു 10 മണിയായപ്പോഴേക്കും ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ റിപ്പോർട്ടൊക്കെ എഴുതി, എന്തൊക്കെയാണ് ഉണ്ടായത്, എന്തൊക്കെയാണ് ഇപ്പോൾ സംഭവം, കംപ്ലീറ്റ് ഡീറ്റെയിൽസൊക്കെ എഴുതിയെടുത്ത് ഞങ്ങളുടെ അടുത്ത് പൊക്കോ അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കലാഭവനിലെ നമ്പറും ബാക്കി കോൺടാക്ട് നമ്പറൊക്കെ കൊടുത്ത് ഞങ്ങൾ പോകുന്നു. അവിടുന്ന് പോന്നിട്ട് ഒരാഴ്ച വരെ ഒന്നും അനക്കുണ്ടായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴാണ് അറിയണേ ഈ ആളെ പിടിച്ചു. അച്ഛനെ അവരവരൊക്കെ ചോദ്യം ചെയ്ത്, അവിടെ പരിപാടി കാണാൻ വന്നവരെയൊക്കെ ചോദ്യം ചെയ്ത ആളാരാണെന്നും, ഇയാളവിടെ എന്തോ ഒരു ഷാപ്പിലെ പണിക്കാരനായിരുന്നു, ഈ ചുവന്ന ടീഷർട്ടുകാരൻ. അടുത്തൊരു ഗുണ്ടായിസമുള്ള ആളാണ്, ത്രൂ ഔട്ട് മദ്യപിച്ച് നടക്കുന്ന ഒരാളാണ്. അങ്ങനെ പിടിച്ചു. ഇതിൻ്റെ ഏറ്റവും വലിയ ഭീകര നിമിഷം എന്ന് പറയുന്നത്, ഇയാൾ ഇടുക്കിന്ന് പിടിച്ചിട്ട് അവിടെ നിന്ന് തന്നെ ഈ തൊണ്ടി പിടിച്ചു. ഏത് ഇയാളും 2 കൂട്ടുകാരും ഉണ്ട്, അവരൊക്കെ പിടിച്ചു കഴിഞ്ഞപ്പോൾ ഈ തോക്ക് നിറത്തോക്കായിരുന്നു. എങ്ങനെയെങ്കിലും ഒന്ന് കാഞ്ചി ഇയാളെങ്ങും വലിച്ചിരുന്നെങ്കിൽ ഡെഫിനറ്റായിട്ടും പിന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല, ഒരാൾ ഞങ്ങളിൽ നഷ്ടപ്പെട്ടേനെ. അത് ജീവിതത്തിൽ മറക്കാനാവാത്ത ഒരു സംഭവമാണ്. പരേഡ് നടത്തിയിട്ട് ആർക്കും, പരേഡെന്നല്ല ഒരു കലാകാരനും അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി കാണാൻ സാധ്യതയില്ല. പിറ്റേ ദിവസം പേപ്പറിൽ വലിയ വാർത്തയായിരുന്നു, കലാഭവൻ ട്രൂപ്പിനെ കൊള്ളയടിച്ചു എന്നുള്ളത്. അങ്ങനെ പിന്നെ അഭിലച്ചൻ, പിന്നെ ഇയാൾ ഞങ്ങളെ തേടി വന്നു. ഇയാളുടെ വക്കീലായിട്ട് ആലോചിച്ചപ്പോൾ വധശ്രമത്തിന് കേസെടുക്കും, അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വന്നാലും നല്ല ശിക്ഷ കിട്ടും, അതിന് നല്ലത് കലാഭവൻ ടീമായിട്ട് സംസാരിച്ച് ഒത്തുതീർപ്പിൽ പോകുന്നതായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബന്ധപ്പെട്ടു. ഞങ്ങൾക്ക് പൈസ തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു പൈസ ഒന്നും തന്നിട്ട് കാര്യമില്ല, ഞങ്ങൾ അനുഭവിക്കേണ്ടതൊക്കെ അനുഭവിച്ചു. അപ്പോൾ ആബേലച്ചനായിട്ട് സംസാരിച്ചപ്പോൾ ആബേലച്ചൻ പറഞ്ഞു അയാൾ പൈസ തരട്ടെ, അയാൾ പൈസ ഇരട്ടി കൂടുതലായിട്ട് പൈസ തരാമെന്ന് പറഞ്ഞു. ആ പൈസ നിങ്ങൾ വാങ്ങിക്കൂ, കലാഭവന് ആ പൈസ ഒന്നും വേണ്ട, കാരണം അനുഭവിച്ചതൊക്കെ നിങ്ങളാണ്. അപ്പോൾ ആ പൈസ നിങ്ങൾ വാങ്ങിച്ചിട്ട് നിങ്ങൾ ഷെയർ ചെയ്തെടുക്കൂ എന്ന് പറഞ്ഞിട്ട്, പിന്നെ അവസാനം ഞങ്ങൾ അതൊക്കെ കുറേ കഥയുണ്ട്. അവസാനം ഇയാൾ വന്ന് ഞങ്ങളുടെ കാലിൽ വീഴുന്നു, പിന്നെ സംസാരിച്ച്, പിന്നെ അയാൾക്ക് തെറ്റ് പറ്റിപ്പോയി, മദ്യത്തിൽ പറ്റിപ്പോയാണ്, ഇനി ഞാൻ മദ്യപിക്കില്ല മറ്റാന്നൊക്കെ പറഞ്ഞ് പിന്നെ കാര്യമായിട്ട് പൈസ ഒന്നും ഞങ്ങൾ വാങ്ങിച്ചില്ല. അങ്ങനെ ഈ പ്രശ്നം തീർത്തു. ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റില്ല ആ രാത്രി, നടുക്കര ഞങ്ങളുടെ നടുക്കിയ സംഭവം. മലേഷ്യ, തായ്ലാൻഡ്, ടാൻസാനിയ, ചൈന. സഞ്ചാരം വോളിയം നമ്പർ 12. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99954422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. കലാഭവനെ മ്യൂസിക് പരേഡിൽ കളിച്ച ഒരുപാട് പേര് ഇന്ന് കൂടെയില്ല. സൈനുദ്ദീൻ, NF വർഗീസ്, സിദ്ദീഖ്, അബി, രാജശേഖരൻ, അങ്ങനെ ഒരുപാട് പേര്. എല്ലാവരും ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ തന്നിട്ടാണ് കടന്നുപോയത്. ഈ അടുത്ത് 2 വർഷം മുമ്പാണ് സിദ്ദീഖ് നമ്മെ വിട്ടു പോണേ. സിദ്ദീഖായിരുന്നു ഞങ്ങളുടെ പരേഡ് കാലത്തെ ഏറ്റവും പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്നും വാദിക്കുന്ന ഒരാൾ. എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായിരിക്കണം.
അന്ന് അക്കാലത്ത് സിദ്ദീഖ് ഭയങ്കര ചൂടനാണെന്ന് പറയും, മുൻകോപിയാന്ന് പറയാം. വേറൊന്നുമല്ല, പ്രോഗ്രാമിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു ദേഷ്യവും കാര്യങ്ങളൊക്കെയാണ്. ഞാനും ലാലു അൻസാറൊക്കെ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേട് ഒപ്പിച്ചാൽ സിദ്ദീഖ് ശക്തമായിട്ട് പ്രതികരിക്കും. ഓരോ ഐറ്റം ഭയങ്കര പെർഫെക്ഷനായിരിക്കണം. അത് തന്നെയാണ് സിദ്ദീഖിൻ്റെ സിനിമയുടെ പെർഫെക്ഷനും. സിദ്ദീഖ് ഒരിക്കൽ എല്ലാ സിനിമകളിലും ഹിറ്റായിരുന്നില്ലേ? അത് ചെറുപ്പം തൊട്ടുള്ള ശീലം സിദ്ദീഖിൻ്റെ. സിദ്ദീഖ് അവിടെ പുല്ലേപ്പടി സ്കൂളിലെ ഒരു ക്ലർക്കായിരുന്നു. അതിനിടയിലാണ് ഈ കലാഭവൻ്റെ പരേഡിലോട്ടുള്ള എൻട്രി. കലാഭവൻ്റെ ശരിക്കും മിമിസ് പരേഡ് എന്നുള്ള പേര് ഇട്ടത് സിദ്ദീഖാണ്. വേറെ പല പേരും പലരും പറഞ്ഞിട്ടും അതൊന്നും കറക്റ്റാകാതെ അവസാനം കൃത്യമായ പേരിൽ വന്നു നിന്ന പരേഡാണ്. ആ മിമിസ് പരേഡാണ് പിന്നീട് തുടർന്ന് വന്ന ഒരുപാട് മിമിക്രി ആർട്ടിസ്റ്റുകൾക്ക് പ്രചോദനമായി മാറിയത്. എത്രയോ ട്രൂപ്പുകൾ കേരളത്തിൽ പിന്നെ ഉണ്ടായി, മിമിസ് പരേഡ് എന്ന് പറഞ്ഞിട്ട്. എത്രയോ പേരുകളിൽ സിദ്ദീഖിൻ്റെ പേരത്. ഞങ്ങളുടെ മിക്ക ഐറ്റത്തിലും സ്റ്റേജിൽ അന്ന് ഏറ്റവും കൂടുതൽ ഹ്യൂമർ ചെയ്തുകൊണ്ടിരുന്നത് സിദ്ദീഖാണ്. സിദ്ദീഖ് പിന്നെ അഭിനയത്തിൽ നിന്ന് മാറി സംവിധാനത്തിലോട്ട് വന്നുള്ളൂ. ഒരു പക്ഷേ സിദ്ദീഖ് ഒരു സ്റ്റേജിൽ വന്നില്ലെങ്കിൽ പ്രോഗ്രാം നടത്താൻ പറ്റില്ല. കാരണം എല്ലാ ഐറ്റത്തിലും സിദ്ദീഖുണ്ട്. ഞങ്ങൾ ഇപ്പോൾ യന്ത്രമനുഷ്യൻ എന്ന് പറഞ്ഞ ഐറ്റം സിദ്ദീഖും ലാലും കൂടി ചെയ്യണതിൽ അതിൽ പ്രധാന ആക്ഷൻ കോമഡി സിദ്ദീഖാണ്, ഡയലോഗില്ല. അതുപോലെ ഞാനും സിദ്ദീഖും കൂടി ചെയ്തതിന് സിദ്ദീഖാണ് ചെയ്യണം. ദുബായ് മാൻ എന്ന് പറഞ്ഞിട്ട് ഒരാൾ ദുബായി പോയിട്ട് തിരിച്ചു വന്നിട്ട് കൂട്ടുകാരൻ്റെ അടുത്ത് ഭയങ്കര തള്ളു തള്ളണ ഒരു ക്യാരക്ടർ. അവിടെ ഒരു പണിയില്ല, പക്ഷേ ഇവിടെ വന്നിട്ട് ഭീകര തള്ളു തള്ളണം. ഞാനാണ് ചോദിക്കുന്നത്, സിദ്ദീഖാണ് പറയണേ. പിന്നെ അതുപോലെ കഥാപ്രസംഗം, ഒരു കാതികനായിട്ട് സിദ്ദീഖാണ്. സിദ്ദീഖിൻ്റെ ഇപ്പുറത്ത് തബല, വേറെ ഇൻസ്ട്രുമെൻ്റൊക്കെ ആയിട്ട് ലാലും പ്രസാദും, ഇപ്പുറത്ത് ഞാൻ നിൽക്കും സിദ്ദീഖിൻ്റെ ഒപ്പം പാടാൻ, ചില കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ. ഈ കഥാപ്രസംഗമൊക്കെ ഞങ്ങൾ പ്രോഗ്രാം ചെയ്ത് തറമാണ് എല്ലാവർക്കും. ഏത് ഉറക്കത്തിൽ നിന്ന് എണീറ്റ് ഞങ്ങളുടെ അടുത്ത് കഥാപ്രസംഗം ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങളപ്പോൾ ചെയ്യും. പക്ഷെ നമ്മൾ ഓരോ സ്റ്റേജുകളിൽ ചെല്ലുമ്പോഴും സ്റ്റേജിന് ഇൻ്റർവെല്ലിൽ കഴിഞ്ഞിട്ട് ഇമ്മീഡിയറ്റ് കഥാപ്രസംഗമാണ്. അപ്പോൾ ഇൻ്റർവെല്ലിൽ സിദ്ദീഖ് എല്ലാവരും വിളിക്കും, വാ എന്തിനാ നമുക്ക് കഥാപ്രസംഗം ഒന്ന് നോക്കാം. എന്തിനാ നോക്കാം, നമുക്ക് എല്ലാം ബൈഹാർട്ട് ഇല്ല അത് നോക്കിയേ പറ്റുള്ളൂ. നോക്കി ഒന്നും കൂടി ആ പ്രോഗ്രാം മൊത്തം അവിടെ നിന്ന് റിഹേഴ്സൽ ഇൻ്റർവെല്ലിൽ എടുത്തിട്ട് ആണ് കയറുന്നത്. സിദ്ദീഖ് പറഞ്ഞാൽ വെച്ചാൽ നമ്മളൊരു അത്ര പെർഫെക്ഷൻ ഉണ്ടാക്കിയിട്ട് നമ്മൾ ടെൻഷൻ പുറത്ത് കയറിയാലേ പരിപാടി വിജയിക്കുള്ളൂ. അത് സത്യമാണത്, ഞങ്ങൾക്ക് അനുഭവമുണ്ട്. കാരണം നമ്മൾ ഭയങ്കര അനായാസമായിട്ട് ഒന്ന് ഉഴപ്പിയിട്ടൊക്കെ കയറി പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ അവിടെ തട്ട് കിട്ടും. പക്ഷെ ഭയങ്കര ടെൻഷൻ പുറത്ത് കയറി എവിടെ പരിപാടി അവതരിപ്പിച്ചിട്ടുണ്ടോ ആ പരിപാടിയെല്ലാം ഞങ്ങളുടെ ഭാഷ പറഞ്ഞ ഭയങ്കര ബോംബായിരുന്നു, വൻ വിജയമായിരുന്നു. അപ്പോൾ സിദ്ദീഖിനെക്കുറിച്ച് ഓർക്കുമ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അതുപോലെ ഭയങ്കരമായ ഹ്യൂമർ സെൻസാണ്. സൈനുദ്ദീനെ പോലെ തന്നെ കൗണ്ടടിക്കുന്ന ആളായിരുന്നു. പണ്ട് ഇതുപോലെ ഈ നടൻ സിദ്ദീഖ് കലാഭവനിൽ വന്ന്, നടൻ സിദ്ദീഖും മിമിക്രി ആർട്ടിസ്റ്റായിരുന്നു. അപ്പോൾ വന്നു സിദ്ദീഖ് നല്ല പെർഫെക്ഷനിൽ കാണിക്കുന്നുണ്ട് നടന്മാരെയും കാര്യങ്ങളൊക്കെ. അങ്ങനെ സിദ്ദീഖിനെ എടുത്താലോ എന്നുള്ള തീരുമാനമൊക്കെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ചർച്ച ചെയ്ത് ഇപ്പോൾ 2 സിദ്ദീഖ് വന്നു കഴിഞ്ഞാൽ ശരിയാവുമെന്നുള്ള സംഭവമൊക്കെ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ഈ സിദ്ദീഖ് വന്നിട്ട് അല്ലെങ്കിൽ ശരിയാവില്ല, അവനോടുക്കത്തെ ഗ്ലാമറാന്ന് പറഞ്ഞിട്ട് സിദ്ദീഖിനെ പറഞ്ഞു വിട്ട്. അങ്ങനെ എവിടെ എന്ത് കാര്യത്തിന് എവിടെ പറയണമെന്നൊക്കെ സിദ്ദീഖിന് കറക്റ്റ് അറിയാം. ഞാൻ ഇന്ന് ഓർക്കുന്നുണ്ട്, കാക്കോത്തിക്കാവിലെ അപ്പൂപ്പന്താടികൾ എന്ന സിനിമ ഞാൻ അഭിനയിക്കണം അതിൽ. അപ്പോൾ അത് ഡയറക്ടർ കമലാണ്, കമലിൻ്റെ അസോസിയേറ്റ് നമ്മുടെ ഈ സിദ്ദീഖാണ്. സിദ്ദീഖ് സിനിമ ചെയ്യുന്നതിന് മുമ്പുള്ള, ഇൻഡിപെൻഡൻ്റ് സിനിമ ചെയ്യുന്നതിനുള്ള ആ കാലത്തിന് മുമ്പാണ് പാച്ചിക്ക ഫാസിൽ പ്രൊഡ്യൂസർ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സിനിമ ഷൂട്ടിങ് കഴിഞ്ഞു. ഈ നമ്മൾ PR ഒരു പേര് കൊടുക്കുമല്ലോ, ആർട്ടിസ്റ്റുകളുടെ താരനിര ടെക്നീഷ്യന്മാരുടെ പേര് കൊടുക്കുമ്പോൾ ഞാനൊരു മാഗസിനിൽ ഇങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എൻ്റെ പേര് വന്നിരിക്കുന്നു, കലാഭവൻ റഹ്മാൻ. ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് ആ പേരിനൊപ്പം എൻ്റെ പേര്, എല്ലാ ആർട്ടിസ്റ്റുകളുടെ പേരിനൊപ്പം എൻ്റെ പേര് കലാഭവൻ റഹ്മാൻ. ഞാനിത് കൊള്ളാലോ. അങ്ങനെ ഞാൻ അന്വേഷിച്ചപ്പോൾ സിദ്ദീഖാണ് അസോസിയേറ്റ് ആയിരിക്കുമല്ലോ എഴുതി കൊടുക്കണേ. അപ്പോൾ സിദ്ദീഖിൻ്റെ അടുത്തും ചോദിച്ചു ഒരു ദിവസം കണ്ടപ്പോൾ, നീ ഇങ്ങനെ ഞാനാണ് കൊടുത്തത്. എന്നുവെച്ചാൽ മറ്റേ കൂടെ ഇവിടെ റഹ്മാൻ ഉണ്ടല്ലോ,
അപ്പോൾ നിനക്ക് എന്തെങ്കിലും ഒരു വല്ല റഹ്മാൻ എന്ന് ഇട്ട് കഴിഞ്ഞാൽ വ്യക്തമാവില്ല. അപ്പോൾ അതുകൊണ്ട് നിനക്ക് ഞാനിട്ട പേരാണ് കലാഭവൻ റഹ്മാൻ. പക്ഷെ ആ പേര് കലാഭവനിൽ ഒരുപാട് പേര് സിനിമയിലെത്തി. പക്ഷെ ആ പേര് ആദ്യം വീണത് എനിക്കാണ്. ആ സിദ്ദീഖാണ് അതിന് കാരണം. സിദ്ദീഖാണ് ഇട്ടേ, മറക്കില്ല ഞാനതൊന്നും. പിന്നീട് ഒരുപാട് പേര് കലാഭവനിലൂടെ അറിയപ്പെട്ടു. മണി, ഷാജോൺ, നവാസ്, അങ്ങനെ ഒരുപാട് പേര്. എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം റീടേക്ക് വരരുതെന്ന്. അങ്ങനെ വന്ന് നമുക്ക് കറക്റ്റ് വന്ന് കൊടുത്തിട്ട് പൈസ ഇങ്ങനെ കൊടുക്കുന്ന സമയത്താണ് ഞാൻ ഓടി വന്ന് കയറുന്നത്. റഹ്മാൻ എന്ന് പറഞ്ഞ് വിളിക്കുന്നു മേനോൻ സാറ്. ഞാൻ കൃത്യമായിട്ട് ഓടി വന്ന് സ്കൂട്ടറിൽ കയറുന്നു. നമുക്ക് എന്നോട് എന്തോ പറയുന്നു, വണ്ടി വിട്ടാണ് പോകുന്നു. ആ ഷോട്ട് വണ്ടി അങ്ങനെ പോയി കുറേ കഴിഞ്ഞ് മമ്മൂക്കാട് നിർത്തി. എന്നിട്ട് കട്ടും കേൾക്കണില്ല, ഓക്കെയും കേൾക്കണില്ല, ഒന്നും കേൾക്കണില്ല. നമുക്ക് പ്രശ്നമായ ഇനിയിപ്പോൾ നീ വല്ല തെറ്റിച്ചാണെങ്കിൽ എനിക്ക് ഇനി സമയമില്ല, ടൈം പോകുന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിലും കൂടുതൽ ടെൻഷനായി എനിക്ക്. ഒരു 10 സെക്കൻഡ് കഴിഞ്ഞാൽ മേനോൻ സാർ അവിടെ നിന്ന് ഓക്കെ ടേക്ക് ഓക്കെ മമ്മൂട്ടി പൊക്കോളൂ എന്ന് പറഞ്ഞു.